വലിയവരെയോ ഒന്നും പിടിച്ച് പീഡിപ്പിച്ചതായിട്ടോ ബലാത്കാരം ചെയ്തതായിട്ടോ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. എന്നിട്ട് യുക്തിവാദികൾ പരസ്പര സമ്മതത്തോടുകൂടി ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ മക്കളെ ഉപയോഗിക്കുന്ന പിതാക്കന്മാരുടെ വാർത്തകൾ എന്നെ കൊണ്ട് എടുപ്പിക്കണോ നിങ്ങൾ? കണ്ണൂരിലെ ഒരു ഉസ്താദ് സ്വന്തം മകളെ 16 ഉസ്താദുമാർക്ക് കാഴ്ച വെച്ചു കൊടുത്തത് പറയിപ്പിക്കണോ നിങ്ങൾ? പറയിപ്പിക്കുമോ നിങ്ങൾ? മലപ്പുറത്തെ വണ്ടൂരിലെ ഒരു മനുഷ്യൻ സ്വന്തം മകളെ പീഡിപ്പിച്ചിട്ട് ആ ഉമ്മയാണ് പരാതിയുമായിട്ട് ചെല്ലുന്നത്. പെരിന്തൽമണ്ണയില് മറ്റൊരു മാതാവും അതുപോലെ. ഇങ്ങനെ ഉമ്മയാണോ മകളാണോ പെങ്ങളാണോ എന്നറിയാതെ ആരെയും കേറി പിടിക്കാൻ വെമ്പി നിൽക്കുന്ന നിന്റെയൊക്കെ കൊലച്ച ഉദ്ധരിച്ച ഈ ലൈംഗിക അവയവം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളുമുണ്ട്. കാണിച്ചു തരാം. കാരണം നിങ്ങൾ കാണിക്കുന്നത് കൊണ്ടല്ലേ ആണുങ്ങൾ കാണുന്നത്. നിങ്ങൾ അവരെ കയറി പിടിക്കാനുള്ള ത്വരയുണ്ടാകുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ടല്ലേ. പുരുഷന് കണ്ടാൽ ഉടനെ തന്നെ അത്തരം ഒരു ടെൻഡൻസി ഉണ്ടാകും. അവന്റെ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കും. അത് കാണുമ്പോൾ അവന്റെ ടെസ്റ്റോസ്റ്റിറോൺ കുറച്ചുകൂടി അങ്ങോട്ട് ജ്വലിച്ചു നിൽക്കും. പിന്നീട് അവന്റെ ലിംഗം ഉദ്ധരിക്കും. ഒരു വേറെ മൂഡിലായിട്ടുള്ള ഒരു താത്ത പറയണത് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. തുടക്കത്തിൽ തന്നെ കടന്നേക്കാം. തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിന്, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവർക്ക് ഇടകലരരുത് എന്ന് അവന്റെ പെങ്ങളാ. ഇവൾ എവിടെയോ നടന്നപ്പോ ഇവളുടെ കയ്യോ കാലോ കാലിന്റെ വെള്ളയോ കഴുത്തോ എവിടെയോ ആരോ കണ്ടു. ഉടനെ ഹൈപ്പോതലാമസും ടെസ്റ്റോസ്റ്റിറോണും ഉദ്ധരിച്ച ലിംഗവുമുള്ള ഒരു കാക്ക കയറി പിടിച്ചു. അതിന്റെ അനുഭവ പരിജ്ഞാനത്തിലാണ് ഇവളീ തള്ളിമറിക്കുന്നത്. അല്ലാതെ എന്ത് പറയാനാ ഇതിനൊക്കെ മറുപടി? ഇവളെയോ ഇവളുടെ മകളുണ്ടെങ്കിൽ മകളെയോ അതല്ലെങ്കിൽ ഇവളുടെ കുടുംബത്തിൽ ആരെയെങ്കിലുമോ ഇതുപോലെയുള്ള ലൈംഗിക രോഗികൾ കയറി പിടിക്കണം. അപ്പോഴാണ് മനസ്സിലാകുക പച്ച മടല് വെട്ടിയാട്ടിക്കാത്ത തകരാറാണ് ഇവനൊക്കെ. അല്ലാതെ ടെസ്റ്റോസ്റ്റിറോണും ഹൈപ്പോതലാമസും സെക്ഷുവൽ ഇൻഫ്ലുവൻസും ഒന്നുമല്ല. അവള് പറയുന്ന കേട്ടില്ലേ, പുരുഷന് കാണുന്നതാണ് ത്വരെ നാട്ടിച്ച് കരണം പുകയ്ക്കുന്ന നിയമമുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇവളുമാരൊക്കെ തന്നെ ഈ കാമഭ്രാന്തന്മാർക്ക് സപ്പോർട്ടാ. കാരണം ഇപ്പൊ ഒരു പുരുഷൻ, നമ്മളറിയാമല്ലോ, സവാദടി ബസ്സിലിരിക്കുന്നു, ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കണ്ടപ്പോൾ കാക്ക വണ്ടിക്കകത്തിരുന്ന് തന്നെ അങ്ങോട്ട് സ്വയംഭോഗം ചെയ്തു. മറ്റൊരു ഉസ്താദ് ട്രെയിനിൽ പോയിരിക്കുന്നു, ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് ഉസ്താദ് അതിനകത്തിരുന്ന് തന്നെ സ്വയംഭോഗം ചെയ്തു. ആ കൊച്ച് കൃത്യമായ രൂപത്തിൽ വീഡിയോ പിടിച്ചു. കാരണം വീഡിയോ പിടിച്ചിട്ടില്ലെങ്കിൽ തകരാറാണ്. ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത് ഡിജിറ്റൽ തെളിവുകളാണ്. അപ്പൊ ആ ഡിജിറ്റൽ തെളിവുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ നീ വെറുതെ പറയുന്നതാണ് എന്ന് പറയും. അതുകൊണ്ട് ആ ഡിജിറ്റൽ തെളിവിന് വേണ്ടിയിട്ട് കൊച്ചത് കൃത്യമായിട്ട് വീഡിയോ പിടിച്ചപ്പോൾ ഉസ്താദ് നല്ല ആസ്വദിക്കുവാണിരുന്നു. ഉസ്താദിന്റെ മുതിർന്ന ഉസ്താദ് അടുത്തിരിപ്പുണ്ട്. ഉസ്താദ് ട്രെയിനിൽ ഇരുന്നിട്ട് കമ്പിയായി സ്വയം ഇങ്ങനെ മറന്ന് ഉസ്താദ് ഇങ്ങനെ നല്ല ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ
ഇവളുമാരവനെയൊക്കെ ന്യായീകരിക്കുവാണ്. ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ബിക്കിനി ഇട്ട് നടക്കുന്നത് കണ്ടൊന്ന് കയറി പിടിച്ചു നോക്കിയടാ. സിറിയയിൽ നിന്ന് വിദ്യാഭ്യാസത്തിനു വേണ്ടി UK പോയ ഒരു മലരൻ ഒരു 14-കാരിയെ കയറി പിടിച്ചപ്പോൾ കൊച്ചാലറി അങ്ങോട്ട് വിളിച്ചു, 2 ചെവിയും പൊത്തി കൊച്ചാലറി. ഉടനെ വന്ന് പോലീസ് എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 24-കാരൻ വെളുത്ത് സുമുഖനായവൻ അവൻ പറഞ്ഞു, അല്ല ഞങ്ങളുടെ നാട്ടിലതൊക്കെ നിയമാനുസൃതമാണോ? എന്ത് 14-കാരിയെ കയറി പിടിക്കുന്നതോ? കൊള്ളാലോടെ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമായിരുന്നല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ടേ ലിംഗം മുറിച്ചെടുത്തൊരു താലത്തിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് കഴുത്തങ്ങോട്ട് പരസ്യമായിട്ട് ഛേദിക്കുക. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ നിയമം. ഒട്ടനെ ഇവൻ അങ്ങോട്ട് അല്ലറി നിലവിളിക്കാൻ തുടങ്ങി. ഐസല്ലേ, എന്നാ കുപ്പിക്കകത്ത് വെച്ചാൽ മതി, ഐസ് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം. അപ്പോ അതുപോലെ ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അയ്യോ കയറി പിടിച്ചാൽ എന്റെ സുന പോകും. അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ കയറി പിടിക്കുവോ? നടക്കുവോ? ഇതുപോലെയുള്ള ലവളുമാര് ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എന്തിന്? ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ. അവന്മാര് ചെയ്യുന്ന ഇത്തരം തന്തയില്ലാഴികകളെ ന്യായീകരിക്കാൻ. ഇത് മോദി ഭാരതമാണ് കേട്ടോ. ഇവിടെ അതൊന്നും നടപ്പില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും തന്നെ തിരിച്ചു വരും. ഓക്കെ, ഖദീജ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായം, ഈ അഭിപ്രായം അല്ല, ഏത് ഫ്രോയിഡ് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഉസ്താദെ. നബിയെ കുറിച്ച് ഗുരുനാനാക്ക് എന്തു പറഞ്ഞു, മഹാത്മാഗാന്ധി എന്തു പറഞ്ഞു, ബിൽ ഗേറ്റ്സ് എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ടാണോ നമ്മൾ നമ്മുടെ മതം പ്രചരിപ്പിക്കുന്നതും ഫോളോ ചെയ്യുന്നതും? അല്ലല്ലോ. ഖുർആനും ഹദീസും എന്താണ് ഇവരെ കുറിച്ച് പറഞ്ഞത് എന്നൊന്ന് പറ കാക്ക. അത് കേൾക്കാനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ കാക്ക അതൊന്ന് പറ. പ്രവാചകനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും പറയുന്നതല്ലേ നമ്മൾ പിൻപറ്റേണ്ടത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറകാക്കാം. ഉള്ള ആളുകളാണ് പ്രവാചകന്റെ ഈ വിവാഹത്തെ എടുത്തിട്ട് ലൈംഗിക താല്പര്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള ഏതെങ്കിലും ഒരു യുക്തിവാദി 40 വയസ്സുള്ള ഒരു വിധവയെ കല്യാണം കഴിച്ചത് ഇക്കാലം അത്രയുമുള്ളൊരു തെളിവില്ലെന്ന് പറയണം. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം മാതിരി ഉണ്ട്. യുക്തിവാദികൾക്ക് വെറും ലൈംഗികത മാത്രമല്ല താല്പര്യം. താങ്കൾക്ക് യുക്തിവാദത്തെക്കുറിച്ചും യുക്തിവാദികളെക്കുറിച്ചും യാതൊരു ഐഡിയയുമില്ല. അവർ മനസ്സിനിണങ്ങിയ ആളെ തെരഞ്ഞെടുക്കുന്ന ചില സൈറ്റുകളുണ്ട്, ചെന്ന് നോക്ക്. എനിക്ക് 20 വയസ്സ്, ഞാനുമായി മാനസികമായി എൻ്റെ അഭിരുചിക്കിണങ്ങിയ ആളെ തേടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് 50 വയസ്സാണ്, നോ പ്രോബ്ലം. എനിക്ക് 50 വയസ്സുണ്ട് എന്ന് പറഞ്ഞാലും പ്രോബ്ലം ഇല്ല. മാനസികമായിട്ടുള്ള ഒരു ഐക്യം, മനസ്സിലായോ? അവരാരും ഈ ഉദ്ധരിച്ച ലിംഗവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരല്ല. ആരെ കിട്ടിയാലും കയറി പിടിക്കാമെന്ന്. നിങ്ങൾ യുക്തിവാദികളെ കുറിച്ച് മനസ്സിലാക്കിയതിൽ ഒരുപാട് അപാകതകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളുടെ തലച്ചോറിൽ ഇൻജക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മതം എന്ന മാരകമായ വിഷമാണ്. ആ മതം വെച്ചിട്ടു മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അത് നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ തലച്ചോറിലേക്ക് ഇൻബിൽറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മതം ഇന്നും ഇന്നലെയുമല്ല. നമുക്കൊരു 3-4 വയസ്സ് മുതലേ തന്നെ തുടങ്ങിയതല്ലേ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അതിനൊരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ലെന്നേ. അതുകൊണ്ട് യുക്തിവാദികൾ ലൈംഗിക തൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ആരെ കണ്ടാലും കയറിപ്പിടിച്ചൊരു കളി തരുമോ കരളേ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നവരാണോ? പ്രവാചകൻ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ ഒരു പെണ്ണിനോട് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് കരണത്തടിക്കുന്നതിന് പകരം ഇയാളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ചരിത്രമൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ?